വെൽക്കം ടു ഷബീസ് ലൈഫ്. ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ മസാല കറിയാണെന്ന് കാണിക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ കുറച്ച് സമയം മതി. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ബേബി പൊട്ടറ്റോ ആണ്. ബേബി പൊട്ടറ്റോ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പൊട്ടറ്റോ എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഇത് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് 4 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫോർക്ക് വെച്ച് കുത്തുമ്പോൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങണം. ആ രൂപത്തിലായിരിക്കണം, വല്ലാതെ വെന്ത് കുഴഞ്ഞു പോവരുത്. ഇനി ഇതിലേക്കൊരു മസാലക്കൂട്ട് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. കൈവച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇനി 2 വലിയ തക്കാളി എടുത്തിട്ടൊന്ന് അടിച്ചെടുക്കണം. മിക്സിയിലോ ചോപ്പറിലോ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇനി പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഓയിലും ബട്ടറിലൊക്കെയാണ് ഇത് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് 1 ടീസ്പൂണും 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് 3 മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി ചോപ്പ് ചെയ്തതാണിത്. ഇത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും ചേർത്തിട്ടും അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ മസാല കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് തന്നെ ഇത് കുക്കാക്കി എടുക്കണം. എണ്ണയൊക്കെ തെളിയുന്നത് വരെ അത് കുക്കാക്കി എടുക്കണം. ഇപ്പോൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക. വീണ്ടും ഞാനിതിലേക്ക് 1/2 കപ്പ് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു 1/2 കപ്പ് കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു പാന് വെച്ചിട്ട് അതിൽ ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളിയും മീഡിയം സൈസുള്ള ക്യാപ്സിക്കവും നമ്മൾ തൊലി കളഞ്ഞ് വെച്ച ബേബി പൊട്ടറ്റോ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 3 മിനിറ്റാണിത് സോട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലായിടത്തേക്കും ഒന്ന് ബട്ടറൊക്കെ മിക്സ് ആവുന്ന ആ സമയം വരെ. അപ്പോൾ നമ്മളുടെ കറി ഈ സമയത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അത്രയും നേരം നമ്മളവിടെ ആ കറി അവിടെ കുക്കാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരണം. എന്നിട്ട് ആ സമയത്ത് നമ്മളിതിലേക്ക് നമ്മുടെ പൊട്ടറ്റോയും ഇതിൻ്റെ മിക്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയം ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കണം. പൊട്ടറ്റോയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. അതുപോലെ ഇതിലേക്ക് ചൂടുവെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 6 മിനിറ്റ് കൂടി കുക്കാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി നോക്കണം. പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ പോട്ടൊക്കെ ആകുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി അവസാനമായിട്ടൊരു പിടി മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കൂടി കുക്കാക്കി എടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മളുടെ വളരെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മസാല കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പൂരിയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാനും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ എന്നും നോൺ വെജ് കഴിക്കുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.